അൺഈവൻ സ്കിൻ ടോൺ ഉള്ള ആളുകൾക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു 4 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വൈറ്റമിൻ സി ആണ് കേട്ടോ. നിങ്ങൾക്ക് സൺടാൻ ഉണ്ട്, അൺഈവൻ സ്കിൻ ടോൺ ഒക്കെ ഉണ്ട്, പക്ഷേ പിമ്പിൾസ് ഇല്ല എങ്കിൽ മാത്രം വൈറ്റമിൻ സി ആഡ് ചെയ്യുക. ഇനി പിമ്പിൾസ് ഉള്ള ആളുകളാണെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റിയ 2 കാര്യങ്ങൾ പറയാം. മെയിനായിട്ട് നയാസിനാമിഡ്. നയാസിനാമിഡ് പിമ്പിൾസ് ഉണ്ടെങ്കിലും അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടെങ്കിലും അത് പിമ്പിൾസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അൺഈവൻനെസ് മാറ്റാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. മൂന്നാമത്തെ എന്ന് പറയുന്നത് റെറ്റിനോളാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കൂടുതലായിട്ട് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അൺഈവൻ സ്കിൻ ടോൺ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ആൻറ്റി ഏജിങ് ആയിട്ടും കുറച്ചൊരു ഗ്ലോ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏതിൻ്റെ കൂടെയാണെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് പെപ്റ്റൈഡുകൾ. പെപ്റ്റൈഡുകൾ നിങ്ങൾ റെറ്റിനോളിൻ്റെ ഒക്കെ കൂടെയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഗ്ലോ വരാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അത് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യുകയാണ്. അത് നൈറ്റിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഡെയിലി റുട്ടീൻ്റെ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ബെറ്റർ ആയിട്ടുള്ളതെന്ന് നോക്കിയിട്ട് നിങ്ങളുടെ സ്കിൻ ടോണിന് അനുയോജ്യമായിട്ടുള്ളത് എടുക്കുവാണെങ്കിൽ നമുക്ക് ഈ അൺഈവൻ സ്കിൻ ടോൺ മാറ്റാൻ വേണ്ടിയിട്ടും ഈസി ആയിട്ട് ഒരു സ്കിൻ ഗ്ലോ വരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. പിന്നെ മറക്കാതെ നിർബന്ധം